മുഖ്യമന്ത്രി ഒളിച്ചു കളിച്ചു. ഇന്ന് യഥാർത്ഥത്തിൽ ഏത് കേസിലാണ്? തൃശ്ശൂർ പൂരം കലക്കിയ കേസിൻ്റെ അന്വേഷണം ഇല്ലേ? 2024 ഏപ്രിൽ 21 അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ ഉത്തരവിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ്. ഒരാഴ്ച കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച വീണ്ടും നീട്ടിക്കൊടുത്തുന്ന എന്താണ് 5 മാസം അന്വേഷിക്കാൻ? തൃശ്ശൂർ പൂരം കലക്കിയത് അന്വേഷിക്കാൻ, തൃശ്ശൂർ പൂരം കലക്കിയത് അന്വേഷിക്കാൻ 5 മാസം കഴിഞ്ഞു. ഒരാഴ്ചക്കകം റിപ്പോർട്ട് തരണം എന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് 5 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആ കസേരയിലിരിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിഞ്ഞു കൊടുക്കുക. നിങ്ങളെ കൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിച്ചാൽ ഒരു റിപ്പോർട്ടും കിട്ടില്ല എന്ന് പറയാമോ? അതോ ഈ തൃശ്ശൂർ പൂരം കലക്കിയത് യഥാർത്ഥത്തിൽ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളാകും എന്നുള്ള ഭയം കൊണ്ടാണോ ഈ കേസ് അന്വേഷിക്കായിരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവത്തോടു കൂടി കാണുന്നു പൂരം കലങ്ങിയത്. അതുകൊണ്ട് ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞു. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച നീട്ടിക്കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒരന്വേഷണവും നടക്കുന്നില്ല എന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചുള്ള മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ബലിയാടാക്കി, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അയാളെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ADGPയെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താം. ADGPക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ ആ ADGPക്കെതിരായിട്ട് അദ്ദേഹത്തെ അതേ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അന്വേഷണം നടത്താം. എന്തായാലും തൻ്റെ പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ്. എന്താ മറുപടി? അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി MLA വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ്. അപ്പോൾ ആ ഭരണകക്ഷി MLAയുടെ പുറകിൽ നിന്ന ആളുകൾക്കാണ് മുഖ്യമന്ത്രിക്കെതിരായി നടന്ന പാർട്ടിയിലെ പോരാട്ടത്തിൽ മുൻപിൽ ആ ഭരണകക്ഷി MLA നിർത്തിയ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയാണ്. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അയാൾ 5 മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് അരമണിക്കൂർ എന്നെ കണ്ടു എന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പിന്നെ ഫോൺ സംഭാഷണം ചോർത്തുന്നു, പൊതുപ്രവർത്തകത്തിന് ചേരാത്ത മട്ട് നിരവധി ദിവസമായി മാധ്യമങ്ങളോട് അതും ഇതും പറയുന്നു. പിന്നെ ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചു. മലപ്പുറം കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണം പോലീസ് പിടിച്ചപ്പോൾ ഈ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് വേദനിച്ചു, പ്രയാസപ്പെട്ടു. അവർ കൂടി ഇതിൻ്റെ പുറകിലുണ്ടെന്നാണ് പറയുന്നത്. ആരാണെന്ന് വളരെ വ്യക്തമാണപ്പോൾ. മുഖ്യമന്ത്രി ഭരണകക്ഷിയിലെ MLAക്കെതിരെ തന്നെ തിരിച്ച ആരോപണം ഉന്നയിക്കുകയാണ്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ് എങ്കിൽ ഭരണകക്ഷി MLAക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എന്നിട്ട് അയാൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നാണ് പറയുന്നത്. അയാളിപ്പോഴും കോൺഗ്രസിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. എന്തിനാണ് അയാളെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ്. അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾ പറഞ്ഞ പകുതി ഭാഗം അന്വേഷിക്കുക. ഏത് ADGPക്കെതിരെ പകുതി ഭാഗം അന്വേഷിക്കില്ല, ശശിയെക്കുറിച്ച് അന്വേഷിക്കില്ല. ഇന്ന് രാവിലെ വന്നിട്ടും ആ ഭരണകക്ഷി MLA മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കും. മുഖ്യമന്ത്രി പറയുന്നതിനൊന്നും ഒരു യുക്തിയില്ല. മുഖ്യമന്ത്രി PV അൻവറിനെ ഭരണകക്ഷി MLA വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ പകുതി ആരോപണങ്ങൾ അന്വേഷിക്കുകയാണ്.